വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. നമ്മുടെ LP ഇൻ്റർവ്യൂകളിൽ ചോദിച്ച ചോദ്യങ്ങളിൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് തോന്നി LPക്ക് മാത്രമല്ല UPയിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അടുത്തതായിട്ട് ഇനി ഇൻ്റർവ്യൂ ഉള്ളത് UP സെക്ഷനാണല്ലോ. അപ്പോൾ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സെലക്ട് ചെയ്ത് വീഡിയോ ആക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം LPയുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റൊരു ബുക്കിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. തുടർന്ന് ചെയ്യാം. കാരണം ഇനിയും ഇൻ്റർവ്യൂകൾ വരുമ്പോൾ ഇതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി UPക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം ഇനി വരാൻ പോകുന്നത് UP ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇൻ്റർവ്യൂകളിൽ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ചോദ്യമായിട്ട് നമുക്ക് ഉദ്ഗ്രഥിത പഠനത്തെ പറ്റിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിരുന്നു. അത് LP ക്ലാസ്സുകളിലാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്ന ഒരു രീതി ഉള്ളത്. അത് എപ്പോഴും നമുക്കറിയാം കുട്ടികളുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ വിഷയം വേർതിരിച്ചുള്ള ഒരു പഠനമാണ് UP ക്ലാസ്സുകളിലുള്ളത്. ഉയർന്ന ക്ലാസ്സുകളിൽ വിഷയം വേർതിരിച്ചുള്ള പഠനമാണ്. ഇവിടെ LPയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, പക്ഷെ UPയിലും ചോദിക്കാം. കാരണം സെയിം ഒരു കണ്ടന്റ് ആണ്. ചോദ്യം ഏത് രീതിയിലുള്ള പഠനമാണ് LP UP ക്ലാസ്സുകളിൽ നടക്കുന്നത്? ഉദ്ഗ്രഥിത പഠനം 1, 2 ക്ലാസ്സുകളിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു പഠന രീതിയാണ് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിരുന്നു. അത് ചാക്രികാരോഹണ രീതിയാണ്. രേഖീയ രീതിയാണോ ചാക്രികാരോഹണ രീതിയാണോ? അതിൽ രേഖീയ രീതിയുടെ പ്രത്യേകതകൾ, ചാക്രികാരോഹണ രീതിയുടെ പ്രത്യേകതകൾ, ഇത് രണ്ടുമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും UP ക്ലാസ്സുകളിലും ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, അവരും ഫോളോ ചെയ്യുന്നത് ചാക്രികാരോഹണ രീതിയാണ്. രേഖീയ രീതി എന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കാൻ ആരംഭിച്ചു. ആ സബ്ജക്റ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം മറ്റൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അതാണ് രേഖീയ രീതി. എന്നാൽ ചാക്രികാരോഹണ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ഒരു ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചു, പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എത്തുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലുള്ള ആശയം നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിജ്ഞാനം നേടാനായിട്ട് ഈ വിഷയം വേർതിരിച്ച് പഠിക്കുമ്പോൾ അവർക്ക് സഹായിക്കും. ഓരോ വിഷയം വിശദമായ രീതിയിൽ പഠിക്കുന്നു. അവർ സെലക്ട് ചെയ്ത ആ ഒരു ടോപ്പിക്കിനെ ഡീപ്പിൽ അവരറിയും. നമ്മൾ രേഖീയ രീതി അല്ലെങ്കിൽ മറ്റൊരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർ ഒരു രീതിയുടെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന്റെ എല്ലാം പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഐഡിയാസ് മാത്രമേ കുട്ടികളുടെ തലയ്ക്ക് കയറാനുള്ള ഒരു സമയം കിട്ടുള്ളൂ. എന്നാൽ ചാക്രികാരോഹണ രീതിയിലാണെങ്കിൽ പഠിപ്പിക്കുന്ന ആ വിഷയത്തിലെ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കുന്നു. ഉദാഹരണം, നമുക്ക് മഴ എന്നൊരു വിഷയം 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ മേഘങ്ങൾ രൂപപ്പെടുന്ന രീതി, രസതന്ത്രത്തിലാണെങ്കിൽ വെള്ളത്തിന്റെ ഘടന, സാമൂഹ്യ ശാസ്ത്രത്തിലാണെങ്കിൽ മഴവെള്ള സംരക്ഷണത്തെക്കുറിച്ചുള്ള മാർഗങ്ങൾ, ഭാഷയിൽ അതായത് മലയാളത്തിലാണെങ്കിൽ മഴയെക്കുറിച്ചുള്ള കഥകളും കവിതകളും. അതായത് നമ്മൾ ഒരു വിഷയം തന്നെ എടുക്കുകയാണ്, അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. അതിന്റെ പല എന്താ പറയാ ഒരേ ഒരു സബ്ജക്റ്റിന്റെ പല സെക്ഷൻസ്, അതായത് ആ ഒരു സബ്ജക്റ്റിനെ അതിൻ്റെ ഒരു ചെറിയ അറിവിനെ എല്ലാ ദിശയിലും മനസ്സിലാക്കുക. അത്തരം ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. ഈ രീതിയിലൂടെ കുട്ടികളുടെ താല്പര്യങ്ങൾക്കും അതുപോലെ അവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചുള്ള പഠനാനുഭവങ്ങളിൽ ആ കുട്ടികൾക്ക് ലഭിക്കും. ഇത് കുട്ടികളുടെ ആലോചന ശേഷി വർദ്ധിപ്പിക്കുകയും വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതാണ് വിഷയം വേർതിരിച്ച പഠനം ഉന്നത ക്ലാസ്സുകളിൽ നടക്കുന്നത് മൂലമുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം, അതായത് സയൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആദ്യം ചോദിച്ചത് 3ാം ക്ലാസ്സിലെ പാഠഭാഗത്തെ പറ്റിയിട്ടാണ്. അതിനെ തുടർന്ന് ചോദിച്ചത് കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള പ്രവർത്തനം പറയുക എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഇതിൻ്റെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, തീർച്ചയായും നമ്മൾ UP ക്ലാസ്സുകളിലെ മാറിയ പാഠപുസ്തകങ്ങൾ നമുക്കറിയാം 5ലെയും 7ലെയും പാഠപുസ്തകങ്ങൾ ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കുക. പുതിയ പാഠപുസ്തകങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ LP ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് 1, 3 ക്ലാസ്സുകളിലെ മാറിയ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നത്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമാണ് 3ാം ക്ലാസ്സിലെ പരിസരപഠനത്തിലെ 1ാമത്തെ പാഠം ഏതാണ് എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെയാണ് UPയിലും 5ലെയും 7ലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവുക. മിക്കവാറും 6ലെ ഒറ്റ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ മെയിൻ കാരണം പാഠപുസ്തകങ്ങൾ മാറാണ്. ഇനി അടുത്ത കൊല്ലം പുതിയ ടെക്സ്റ്റാണ്. അപ്പോൾ 6ലെ ഇപ്പോൾ ഉള്ള നിലവിലെ ടെക്സ്റ്റുമായിട്ടുള്ള ഒരു പരിചയം അവർക്ക് ആവശ്യമില്ല. പക്ഷേ 5ലെയും 7ലെയും പാഠപുസ്തകങ്ങളായിട്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു തരത്തിൽ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ആദ്യ ഭാഗങ്ങളിലെ പാഠങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങളും അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചതാണ് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം. ഇപ്പൊ ഇവിടെ 3ാം ക്ലാസ്സിലെ ആണെങ്കിൽ കുത്തും തളിർത്തും എന്നുള്ള പാഠാണത്. അതിൽ തൈകൾ നട്ടു വളർത്തുക എന്നുള്ളൊരു പഠന പ്രവർത്തനമാണ് ഇവിടെ പറയുന്നത്. ഇതിലൂടെ വിത്ത് മുളപ്പിക്കൽ, ചെടികളുടെ വളർച്ച, ജലസേചനം, സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം എന്നിവയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനാകും. മറ്റൊന്ന് ചോദിച്ച ചോദ്യമാണ് ചെടികളെ എത്ര തരമുണ്ട്, അവയെ എങ്ങനെയൊക്കെ വർഗീകരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് UPയുമായിട്ടും LPയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഒന്ന്, ഏകദള വൃക്ഷങ്ങൾ, മോണോകോട്ടോലെറ്റ്സ്. ഒരു വിത്ത്, അതായത് ഒരു വിത്ത് തോലുള്ള ചെടികളെയാണ് ഏകദള വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം വാഴ, ഇഞ്ചി, ഇതൊക്കെ ഏകദള വൃക്ഷങ്ങളാണ്. ദ്വിദള വൃക്ഷങ്ങൾ, ഇത് 2 വിത്ത് തോലുള്ള ചെടികൾ, അതായത് മാവ്, അതുപോലെ പപ്പായ, ഇതൊക്കെ ദ്വിദള വൃക്ഷങ്ങളിൽ പെടുന്നതാണ്. മറ്റൊരു ചോദ്യത്തിനോടനുബന്ധിച്ച് ചോദിച്ചാണ് ഔഷധികൾ. എന്താണ് ഔഷധികൾ? ഇതിന്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഔഷധികൾ എന്നുള്ളത് നമുക്കറിയാം ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്ന ചെടികളാണ്. ഇതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യം, കേരളത്തിൽ ഇന്ന് കാർഷിക രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. UPയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. കേരളത്തില് കാർഷിക രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്ന കാര്യം കാലാവസ്ഥാ വ്യതിയാനം, കർഷകർക്കുള്ള വരുമാനത്തിന്റെ കുറവ്, കാർഷിക ഭൂമിയുടെ കുറവ്, തൊഴിലാളികൾ അവരുടെ അഭാവം. അതായത് നമുക്ക് ഒരു പ്രത്യേക മേഖലയിൽ കഴിവുള്ള തൊഴിലാളി വർഗം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും നിലവിലില്ല. നമ്മൾ എല്ലാ ജോലികൾക്കും മറ്റു സംസ്ഥാനങ്ങളിലെ വ്യക്തികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കർഷകർക്കുള്ള വരുമാനം കുറഞ്ഞതും ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. വിളയുടെ വില വളരെ ഭയങ്കരമായിട്ട് കുറഞ്ഞതിനാൽ കർഷകർക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ ഒരു രംഗം വിടുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം നമുക്കറിയാവുന്നതാണ്. മഴയുടെ അസ്ഥിരത, താപനിലയുടെ വർധനവ്, ഇതൊക്കെ വളരെ പ്രതികൂലമായിട്ടാണ് നമ്മുടെ കൃഷിയെ ബാധിക്കുന്നത്. സ്ഥലപരിമിതിയുള്ള ഈ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം നമുക്ക് പരിമിതികൾ അല്ലെങ്കിൽ എന്തെല്ലാം മറ്റു മാർഗങ്ങൾ നിർദ്ദേശിക്കാം എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 4ാം ക്ലാസ്സിലും 5ലും ഉള്ളൊരു സെക്ഷൻ ഈ ഒരു തരത്തിൽ കൃഷിയെ പറ്റിയിട്ടുള്ള ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും സ്ഥലപരിമിതിയുള്ളവർക്ക് ടെറസ് ഗാർഡനിങ് വളരെ എഫക്റ്റീവാണ്. കുടുംബാംഗങ്ങൾക്കായിട്ട് വീടിൻ്റെ മേൽക്കൂരയിൽ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മാത്രം നട്ടു വളർത്തുക എന്നുള്ളൊരു കാര്യം. മറ്റൊന്നാണ് വെർട്ടിക്കൽ ഗാർഡനിങ്. ഭിത്തികളിൽ പൈപ്പ്, പോട്ട് എന്നിവ ഉപയോഗിച്ച് ചെടികൾ നട്ടു വളർത്തുകയാണ് വെർട്ടിക്കൽ ഗാർഡനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോപോണിക്സ്, മണ്ണില്ലാതെ തന്നെ ജലത്തിൽ പോഷകങ്ങൾ ചേർത്ത് ചെടികൾ വളർത്തുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന രീതി. 5ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ ഉള്ള ഒരു പോർഷനാണിത്. ഇതിനോടനുബന്ധിച്ച് നൂതന കൃഷി രീതികൾ ഏതെല്ലാമാണെന്നും ചോദിച്ചിരുന്നു. പുതിയ കാലത്ത് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃഷി രീതികൾ നമ്മൾ ഓൾറെഡി LP-UP എക്സാമിന് പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവയെല്ലാം തന്നെ. ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മണ്ണില്ലാതെ
ചെടികൾ വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്താണ്? ചെടികളിലെ വേരുകൾ വായുവിൽ നിർത്തി പോഷകജലം മഞ്ഞുതുള്ളിയായിട്ട് സ്പ്രേ ചെയ്ത് വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ്. ജൈവ കൃഷി എന്ന് പറയുന്നതും വളരെ ഇഫക്റ്റീവായ ഒന്നാണ്. രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കി പ്രകൃതി സൗഹൃദമായ രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ ജൈവ കൃഷി ചെയ്ത പച്ചക്കറി വിളകൾക്ക് നല്ല ഡിമാൻഡ് ഇപ്പം നമ്മുടെ ഒരു സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കൃഷി രീതി അവലംബിക്കുന്നവർക്ക് കുറച്ചുകൂടി ലാഭകരമായിട്ട് അവരുടെ വിളകൾ നൽകാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് മൈക്രോ ഇറിഗേഷൻ അഥവാ സൂക്ഷ്മ ജലസേചനം എന്നത്. ജലം ലളിതമായിട്ട് ഉപയോഗിച്ച് ചെടികളിലെ വേരുകളിൽ നേരിട്ട് ജലം എത്തിക്കുന്ന ഒരു രീതിയാണ് സൂക്ഷ്മ ജലസേചനം അഥവാ മൈക്രോ ഇറിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഇത് എല്ലാ ചോദ്യങ്ങളും ഒരു വ്യക്തിയോടായിരിക്കില്ല. അവർ ചിലപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല വരിക. പക്ഷെ നമ്മളോട് ഒരു പാഠഭാഗത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് നമ്മളിൽ തന്നെ ഉള്ള ഒരു ഉത്തരത്തിൽ നിന്നാണ് അവർ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം, അപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നത് ഏത് തരത്തിലുള്ള സ്ഥാപനത്തിലാണ്? ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺവെൻറ്റ് സ്കൂളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഒരു കോൺവെൻറ്റ് സ്കൂളിനെ പറ്റിയിട്ട്. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും മഹത് വ്യക്തികളുടെ പേരിലുള്ള സ്ഥാപനങ്ങളിലാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഹൈസ്കൂൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയുന്ന SN ഇതൊക്കെ ചോദ്യം വന്നതാണ്. SN സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു ടീച്ചർ, അതുപോലെ SN ബേസ് ചെയ്ത് സ്കൂളിൽ പഠിച്ച ഒരു ടീച്ചർ, ഇവരോടൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ബയോഡാറ്റയിൽ എന്ത് കണ്ടു അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബയോഡാറ്റയിൽ എഴുതിയ ഏതൊരു പോയിന്റിനും നമ്മൾ വില കൽപ്പിക്കണം. അത് എല്ലാവരും ചോദിക്കണമെന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ തുടർന്ന് നടന്നൊരു 2 ദിവസത്തിന് ശേഷം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആ ടീച്ചർ മഹാത്മാ UP സ്കൂളിലോ മറ്റാണ് പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുകയുണ്ടായി. ആള് കുറച്ച് നാൾ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടീച്ചറോട് ചോദിച്ചത് ആ സ്കൂളിൻ്റെ ആ പേര് വരാൻ കാരണം, പിന്നെ അതിനെ തുടർന്ന് മഹാത്മാഗാന്ധി എന്നുള്ളൊരു പോയിന്റിൽ പിടിച്ചു. പിന്നെ ആ സ്വാതന്ത്ര്യ സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിനെ പറ്റിയിട്ടായ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ബയോഡാറ്റയിൽ എഴുതിയാലും അതിനെ നമ്മൾ ഉത്തരവാദികളാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇതേപോലെ തന്നെയാണ് SN എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഇതെല്ലാം ആ ടീച്ചറോട് ചോദിക്കുകയുണ്ടായി. നമ്മൾ എന്ത് എഴുതുന്നോ അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അറിഞ്ഞു പോവുക. ചോദിച്ചാൽ നമ്മൾ പറയാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നാണ് ആക്ഷൻ സോങ്. UP ചോദിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ആക്ഷൻ സോങ് LP ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിനോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മളത് വെറുതെ ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ ഒരു റൈം പാടുക എന്നതിലും ഉപരി അതിൽ ആക്ഷൻസ് ഒക്കെ വരുന്ന തരത്തിൽ, ആ ഒരു ആക്ഷൻസ് കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആകും എന്നുള്ള തരത്തിലുള്ള റൈംസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം ചോദിച്ചതാണ് ആ കുട്ടിയോട്. ആ ഒരു ടീച്ചറോട് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ആ ടീച്ചർ പഠിപ്പിച്ചിരുന്നതുകൊണ്ടും മഹാത്മാ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതുകൊണ്ടും ആളവിടെ തന്നെ പണ്ട് LP ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഗാന്ധിജിയുടെ പറ്റി ചോദിച്ചു. അതിനെ തുടർന്ന് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനം അഥവാ എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് ഗാന്ധിജി ചോദിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയം? നൈം താലീം എന്നുള്ളൊരാശയമാണ് മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേക ആശയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ശാരീരികവും തൊഴിലും പഠനവും ഒക്കെ ഒരുമിച്ച് കുട്ടികൾക്ക് നൽകുന്ന ഒരു രീതിയാണ്. തൊഴിൽ എന്നുള്ളത് ഒരു കുട്ടി പഠനം പൂർത്തിയാക്കി പോകുമ്പോൾ ആ കുട്ടിക്ക് ലഭ്യമായിരിക്കണം, ഏതെങ്കിലും ഒരു തൊഴിലിനെ ഒരു നൈപുണി ആ കുട്ടിക്ക് ലഭ്യമായിരിക്കണം എന്നാണ് ഈ നൈം താലീം എന്നുള്ളൊരു ആശയത്തിൽ മഹാത്മാഗാന്ധി പറയുന്നത്. മറ്റൊന്ന് ആജീവനാന്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പഠനം ഒരു ജീവിത ശൈലിയാണ്, അതൊരു
പ്രായപരിധിയിൽ ഒതുക്കരുത് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. മറ്റൊന്ന് സ്വരാജ്യ ആശയം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമായിരിക്കണം എന്നും ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം. ഇതാണ് 4ാമതായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച മറ്റൊരാശയം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാനായിട്ട് അവസരം ഉണ്ടാകണം. നൈതിക വിദ്യാഭ്യാസം എന്നതാണ് 5ാമത്തെ പോയിന്റ്. സത്യവും അഹിംസയും അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തെയാണ് നൈതിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ആശയം ഹാൻഡിക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കുട്ടികൾക്ക് ലഭ്യമാക്കണം. പഠനത്തോടൊപ്പം തന്നെ ഹാൻഡിക്രാഫ്റ്റ് ബേസ്ഡ്, കുട്ടികൾ ജീവിതത്തിൽ പരാജിതരാകരുത് എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അവസാനമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തലച്ചോറിന്റെ മാത്രം വളർച്ചയല്ല, ഇത് കൈകളുടെയും ഹൃദയത്തിന്റെയും വളർച്ചയാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു കോട്ടിങ് കൂടി നമുക്ക് അവിടെ പറയാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഇന്റർവ്യൂവിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒന്നാണ് ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. അത് രണ്ടുപേരോട് ചോദിച്ചതായിട്ട് അറിഞ്ഞു. ബാലൻസ്ഡ് ഡയറ്റ് പാലിക്കാനുള്ള മാർഗങ്ങൾ, അത് കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഇതിന് ഉത്തരമായിട്ട് പറയാവുന്നത്, ഓരോ ഭക്ഷണത്തിലും വിവിധ നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. വ്യത്യസ്ത നിറങ്ങളിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ സെലക്ട് ചെയ്യുക. ഇടവിട്ട് വെള്ളം കുടിക്കുക. അമിതമായ അളവിലുള്ള കൊഴുപ്പ് ചേർന്ന ഭക്ഷണം ഒഴിവാക്കുക. മിതമായ അളവിൽ മാത്രമായിരിക്കണം കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കേണ്ടത്. അമിതമായ അളവിൽ തീർച്ചയായിട്ടും ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കണം. മറ്റൊന്നാണ് ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെല്ലായ്പ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്. കാലത്തായാലും വളരെ നേരത്തെ ഒരു 8 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് തന്നെ ഭക്ഷണം കഴിക്കുക. വൈകിട്ട് 7:30-8 മണിയോട് കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഇത് നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഓരോ ഭക്ഷണത്തിനും എല്ലാം നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ലഞ്ചായാലും സപ്പറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വ്യത്യസ്ത നിറത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറി എന്നിവ ഉൾപ്പെടുത്തുക. വെള്ളം കുടിക്കുക. മിതമായ അളവിൽ മാത്രം കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക. മറ്റൊന്നാണ് ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതാണ്, എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചോദിച്ചത്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. ഇത് ഊർജം നൽകാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അരി, ചപ്പാത്തി, കപ്പ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെട്ട ഭക്ഷണമാണ്. മറ്റൊന്നാണ് പ്രോട്ടീനുകൾ. വളർച്ചയ്ക്കും പേശി വികസനത്തിനും സഹായിക്കുന്നു പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കാവുന്ന ഭക്ഷണം കടല, മീൻ, മുട്ട എന്നിവയാണ്. മറ്റൊന്ന്, ശരീരത്തെ ചൂടേറിയ നിലയിൽ നിലനിർത്താനായിട്ട് കൊഴുപ്പ് ആവശ്യമാണ്. അത് നെയ്യ്, നാളികേരം എന്നിവയിലൂടെയൊക്കെ നമുക്ക് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. വൈറ്റാമിനുകളും മിനറലുകളും, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വിറ്റാമിൻ, അതുപോലെ തന്നെ മിനറലുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്നത്. അവസാനത്തേത് നീര്, അതായത് വാട്ടർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനായിട്ട് വെള്ളം, അതുപോലെ ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസ് എന്നിവ കഴിക്കാനായിട്ട് നമുക്ക് ഉത്തരത്തിൽ ഉൾപ്പെടുത്താം. ഇതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റ് 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് എന്ത് തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് നിങ്ങൾ കുട്ടികളോട് നിർദ്ദേശിക്കുക? സമീകൃത ആഹാരം എന്നുള്ളൊരു ആശയമാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, മിനറലുകൾ എന്നിവയുടെ ശരിയായ അനുപാതത്തിലുള്ള ഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരം ഇവിടെ പറയേണ്ടതാണ്. മറ്റൊന്ന്, ഇതിനോട് ചേർന്ന് പറയേണ്ട മറ്റൊന്നാണ് ശാരീരിക വ്യായാമം അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റി. ദിവസവും കുറച്ച് സമയമെങ്കിലും കുട്ടികളെ
കളിക്കാനായിട്ട് അനുവദിക്കുക. സ്കൂളിലാണെങ്കിലും കായിക വിനോദങ്ങളെ ആക്റ്റീവായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശുചിത്വം പരിശീലിപ്പിക്കുക, കയ്യിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ശരിയായ ടോയ്ലറ്റ് ശീലങ്ങൾ പഠിപ്പിക്കുക, വസ്ത്രങ്ങൾ ശുചിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. മെന്റൽ ഹെൽത്ത്, കുട്ടികളിൽ സ്വതന്ത്രമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു അവസരം. അത് കുട്ടികൾ തമ്മിൽ, കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ, കുട്ടികളും പാരൻസും തമ്മിൽ നല്ലൊരു മെന്റൽ ഹെൽത്ത് കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ആരെങ്കിലും വേണം. അതുപോലെ തന്നെ അവരിൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള കലാകായിക മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നൽകാൻ ശ്രമിക്കുക. എപ്പോഴും പഠനം എന്നതിൽ മാത്രം ഊന്നി അവരെ ആ ഒരു മേഖലയിൽ മാത്രം തളച്ചിടാതിരിക്കുക. ലാസ്റ്റ് വണ്ണായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഉറക്കം. പ്രായത്തിനനുസരിച്ച് 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു കാര്യം കുട്ടികളിൽ എത്തിക്കുക. ഇപ്പോൾ ഈ മൊബൈലൊക്കെ യൂസിങ് കൂടുതലായതിനു ശേഷം കുട്ടികൾക്ക് 6 മണിക്കൂർ വരെ പോലും ഉറക്കം ശരിയായിട്ട് ലഭിക്കുന്നില്ല. കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും 8 മുതൽ 10 വരെ മണിക്കൂറിൻ്റെ ഉറക്കം ആവശ്യമാണ്. രാത്രി വൈകിട്ടുള്ള മൊബൈൽ TV ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവർക്ക് നമ്മൾ നൽകേണ്ടത്. നമുക്ക് പ്രത്യേകമായിട്ട് പറയുന്ന പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ പറയാം. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ: സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്, ശാരീരിക വ്യായാമം അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റി, മറ്റൊന്നാണ് ഹൈജീൻ, മാനസിക ആരോഗ്യം അഥവാ മെന്റൽ ഹെൽത്ത്, ലാസ്റ്റ് വൺ ഉറക്കം, അതായത് പ്രോപ്പർ സ്ലീപ്പ് കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന ചോദ്യം ചോദിച്ചത് ലോക്കൽ ടെസ്റ്റ് അഥവാ പ്രാദേശിക സാഹിത്യം, പ്രാദേശിക ചരിത്രം എഴുതുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് എങ്ങനെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ യൂസ്ഫുള്ളായിട്ട് അവർക്ക് ഈ ലോക്കൽ ടെസ്റ്റിന് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ലോക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് പഠനത്തിൽ കുട്ടികളുടെ പ്രദേശത്തെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അത് എല്ലാ കലകളായാലും സ്ഥാപനങ്ങളായാലും എല്ലാം ആ ഒരു പ്രദേശത്തെ പറ്റി പൂർണ്ണമായും കുട്ടിയെ അറിയുക എന്നുള്ളതാണ് ലോക്കൽ ടെസ്റ്റ് ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തദ്ദേശീയ ചരിത്രം പഠിപ്പിക്കുക, കുട്ടികളുടെ നാടിൻ്റെ ചരിത്രം, പുരാവസ്തു ചരിത്രം എന്നിവ കുട്ടികൾ അറിയുക. ദേശീയ ചിന്തകൾ, അതായത് നാട്ടിലുള്ള എഴുത്തുകാർ, കലാകാരന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരെ അറിയുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അതായത് ലോക്കൽ ടെസ്റ്റ് പഠനത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് ഉത്തരമായി പറയാവുന്ന രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പഠനം. നാടിൻ്റെ പാട്ടുകൾ, ആചാരങ്ങൾ എന്നിവ കുട്ടികൾ അറിയുന്നു, പഠിക്കുന്നു. നെക്സ്റ്റ് വൺ ഫീൽഡ് വിസിറ്റ്. ഈ ലോക്കൽ ടെസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഫീൽഡ് വിസിറ്റ് നിർബന്ധമാണ്. ഗ്രാമീണ പ്രദേശങ്ങൾ, പഴയ ക്ഷേത്രങ്ങൾ, കോട്ടകൾ, ഇതൊക്കെ ഇതിനോട് ചേർന്ന് നമ്മുടെ പ്രദേശങ്ങളിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുക, അവിടെ സന്ദർശനം നടത്തുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ മെത്തേഡാണ്. പ്രാദേശികമായിട്ട് നമുക്കുള്ള ഒരുപാട് മുതിർന്ന വ്യക്തികളുണ്ടാവും, അവരോടെല്ലാം ആ ഒരു പ്രദേശത്തെ പറ്റി ചോദിച്ചറിയുക, അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളിലൂടെ മറ്റു വ്യക്തികളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുക. ഇത്തരത്തിലൂടെ ലോക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായും കൃത്യമായിട്ടും എഴുതുകയും അതിൽ നിന്ന് കുട്ടികൾക്ക് വളരെയധികം വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് എല്ലാവരും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ആരോഗ്യം എന്നുള്ളൊരു പോയിന്റ്, കുട്ടികളുടെ ആരോഗ്യം, ശാരീരിക വ്യായാമം, അതുപോലെ സമീകൃത ആഹാരം. മറ്റൊന്ന് ഇതിനോട് ചേർന്ന് ഗാന്ധിജിയുടെ ആശയങ്ങൾ, അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു ശ്രീനാരായണ ഗുരു അത്തരം വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ, അതായത് SN ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയൊക്കെ നോക്കി വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിച്ചു വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നാണ് അഡൾട്ട് തിങ്കിങ് എന്നതും. മറ്റൊന്ന് നമ്മൾ കൃഷിയെ പറ്റി വ്യത്യസ്ത രീതിയിലുള്ള കൃഷികൾ നമ്മുടെ പാഠപുസ്തകമായിട്ട്, പ്രത്യേകിച്ച് LP ക്ലാസ്സിലാണെങ്കിൽ പുതിയ മാറിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ UPയിൽ 5-7 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ തീർച്ചയായിട്ടും നോക്കി പോവുക. നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണെന്ന്. ജൂണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന 6ലെ ടെക്സ്റ്റും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എവർക്കും യൂസ്ഫുൾ ആകുന്നതോ
എന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത്തരം വീഡിയോസ് സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ UPക്ക് ആവശ്യമായ UP ഇൻ്റർവ്യൂവിന് ആവശ്യമായ ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമായി അത്തരം ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ യെസ് എന്നോ നോ എന്നോ നിങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും താഴെ കമൻറ്റ് ചെയ്യാം. എവർക്കും നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.